നമസ്കാരം. പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയുള്ള ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി മുതൽ പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം, പരസ്യം എന്നിവ രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ്. ദി പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് കഴിഞ്ഞ ബുധനാഴ്ച ലോക്സഭയിലും വ്യാഴാഴ്ച രാജ്യസഭയിലും പാസാക്കിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ നിയമനിർമ്മാണത്തിന് പ്രസിഡന്റ് ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ഓൺലൈൻ പണമിടപാട് ഗെയിമിനുള്ള സമ്പൂർണ്ണ നിരോധനം നിയമമായിരിക്കുകയാണ്. ഡ്രീം 11, അതോടൊപ്പം തന്നെ MPL, പോക്കർ ബാസി പോലുള്ള ജനപ്രിയ ആപ്പുകൾ ഉൾപ്പെടെയുള്ള റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്നു മുതൽ നിരോധനമുണ്ടാകും. ഓൺലൈൻ മണി ഗെയിമിംഗുമായി ബന്ധപ്പെട്ട് നൽകുന്ന പരസ്യം, പ്രത്യേക ഓഫർ, പ്രവർത്തനം ഉൾപ്പെടെ ഇതോടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രീം 11 അടക്കം ഇന്ത്യയിലെ ചില മുൻനിര മൊബൈൽ ഗെയിമിംഗ് ആപ്പുകൾ പണം വെച്ചുള്ള ഗെയിമുകൾ താത്കാലികമായി നിർത്തിവെക്കുകയും പൂർണ്ണമായും സൗജന്യമായ ഓൺലൈൻ സോഷ്യൽ ഗെയിമിലേക്ക് മാറിയെന്നും കമ്പനികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമുകളുടെ പിന്നിൽ നടക്കുന്ന തട്ടിപ്പുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് നിയമം പാസാക്കിയത്. ഓൺലൈൻ വാതുവെപ്പുകൾക്ക് ശിക്ഷയും പിഴയും ഏർപ്പെടുത്തും. സെലിബ്രിറ്റികൾ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകളിലൂടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് നിയമം നിരോധിക്കുന്നുണ്ട്. ആപ്പുകൾ പരസ്യം ചെയ്താൽ 2 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 3 മുതൽ 5 വർഷം വരെ തടവും 2 കോടി രൂപ പിഴയും ശിക്ഷയായി ലഭിക്കും. ഡ്രീം 11, A23 റമ്മി ആൻഡ് A23 പോക്കർ, മൊബൈൽ പ്രീമിയർ ലീഗ് ഉൾപ്പെടെ 10 ആപ്പുകളാണ് കേന്ദ്ര സർക്കാർ പൂട്ടിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരം ഗെയിമുകളിലൂടെ ഏകദേശം 450 ദശലക്ഷം ആളുകൾക്ക് 20,000 കോടി രൂപ നഷ്ടമായതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ഉടനീളം 2000-ലധികം ഗെയിമിംഗ് സ്റ്റാർട്ടപ്പുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗെയിമുകൾക്ക് അഡിക്റ്റായി പണം നഷ്ടപ്പെട്ട കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം തടയാൻ വേണ്ടിയാണ് കേന്ദ്രം പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. വൻ സാമ്പത്തികം ഇതിൽ സൃഷ്ടിക്കുന്നത് കൊണ്ടും ഒട്ടനവധി ജീവനുകൾ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നതും കണ്ടു നിൽക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഈ ആപ്പുകളിൽ ആദ്യം പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കളിക്കുമ്പോൾ അവർക്കൊരു ഇരട്ടി പണം കിട്ടുമ്പോൾ ആ ഒരു ത്രില്ലിൽ വീണ്ടും കോടിക്കണക്കിന് രൂപ അഥവാ ലക്ഷക്കണക്കിന് രൂപ ഇതിൽ ഉപഭോക്താക്കൾ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നു. അതിൽ അവസാനം നഷ്ടം സംഭവിക്കുമ്പോൾ അവസാനം വീട് വരെ പണത്തിൽ വെച്ച് മറ്റ് ആളുകളിൽ നിന്നൊക്കെ, കൂട്ടുകാരിൽ നിന്നൊക്കെ കടങ്ങൾ വാങ്ങി അങ്ങനെ വലിയ രീതിയിൽ ഒരു കടം കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവസാനം ഈ കടം വീട്ടാനുള്ള ഒരു പോം വഴിയോ അല്ലെങ്കിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ജീവിതം ആത്മഹത്യയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അതിന് ആ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്നടക്കം ഓൺലൈൻ വഴിയായിട്ട് ഈ പണം കടമെടുക്കുന്നതും വലിയ രീതിയിൽ അവസാനം ഇവരുടെ ഫോട്ടോസൊക്കെ ഒരു ദുരുപയോഗം ചെയ്യുന്ന സന്ദർഭത്തിലും അങ്ങനെ എല്ലാ രീതിയിലും കൊണ്ട് ഒരു മുഴം കയറിലേക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം എത്തിയതോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ഒരു നിർണായകമായ നീക്കം അല്ലെങ്കിൽ ഒരു നടപടി എടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായാണ് മൊത്തത്തിൽ ഈ ഓൺലൈൻ ഗെയിമിംഗ് സംവിധാനത്തെയും ഓൺലൈൻ വാതുവെപ്പുകളെയും ഒക്കെ പൂട്ടിക്കാനായിട്ട് ഒരു നിയമം കൊണ്ടുവന്നത്. ഡ്രീം 11 മുതൽ റമ്മി വരെയുള്ള ഗെയിമുകൾക്ക് കേന്ദ്ര സർക്കാർ പൂട്ടിയിട്ടുണ്ട്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ ആ വിധി ഒരു ചരിത്രമായ, ഒരു നിർണായകമായ ഒരു വിധിയായി മാറി. ഇനി ഈ നിയമം ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ കർശനമായ നിയമ നടപടികളിലേക്ക് പോകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.